ബസൂക്ക സംവിധായകൻ ഡീനോ ഡെന്നിസ് മമ്മൂക്കയെക്കുറിച്ച് പറഞ്ഞത് ഇപ്രകാരം: എത്ര പ്ലാനിംഗ് ഉണ്ടെങ്കിലും സിനിമ തുടങ്ങി ഒരു സീൻ എടുത്താലല്ലേ മനസ്സിലാകൂ. ആദ്യത്തെ സീനുകളൊക്കെ താരതമ്യേന പുതുമുഖങ്ങളായ അഭിനേതാക്കൾക്കൊപ്പമായിരുന്നു. ഷൂട്ട് തുടങ്ങി 3 ദിവസങ്ങൾ കഴിഞ്ഞാണ് മമ്മൂക്ക സെറ്റിൽ എത്തുന്നത്. ആദ്യ സീനിൽ അദ്ദേഹം ഇംപ്രസ് ആയില്ലെങ്കിൽ സിനിമയെ മൊത്തത്തിൽ ബാധിക്കും. അതായി പിന്നീടുള്ള ടെൻഷൻ. മമ്മൂക്കയുടെ സീനുകളിലെ ഷോട്ട് ഡിവിഷൻ പക്കാ പ്ലാൻഡ് ആയിരുന്നു. മമ്മൂക്കയുടെ അടുത്താണെങ്കിലും എനിക്ക് വർക്കായില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ പറയുമായിരുന്നു. കാരണം കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹം എത്ര ഡേക്കിനും ഓക്കെയാണ്. വിചാരിച്ച സമയത്തിനു മുമ്പേ തീർത്ത് മമ്മൂക്കയെ ഫ്രീയാക്കാനായതും പ്ലസ് പോയിന്റ് ആയി. അദ്ദേഹത്തിന്റെ ടീമിൽ നിന്നും നമുക്കതിൽ അഭിനന്ദനം കിട്ടി. ഞാനൊരു പെർഫെക്ഷനിസ്റ്റ് ആണ്, അത്ര പെട്ടെന്നൊന്നും ഇവനെ തൃപ്തിപ്പെടുത്താനാകില്ലെന്ന് പറയും മമ്മൂക്ക. സിനിമയിലേക്ക് വരുമ്പോൾ അത് ഒരേ സമയം നല്ലതും ചീത്തയുമാണ്. നിലവിൽ സ്കോറിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും എന്റെ മനസ്സിൽ പതിഞ്ഞാൽ ചെറിയൊരു മാറ്റം പോലും എന്നെ അസ്വസ്ഥനാക്കും. ഞാൻ പ്രതീക്ഷിക്കുന്നത് തന്നെ വേണമെന്ന വാശിയുള്ളയാളാണ്. ആരാധകർ ആഗ്രഹിക്കുന്ന പോലെയുള്ള മമ്മൂട്ടിയെ സ്ക്രീനിൽ എത്തിക്കാനായെന്നാണ് വിശ്വാസം. ബസൂക്കയുടെ വരവറിയിച്ച ടീസറിന് ലഭിച്ച പ്രതികരണങ്ങൾ മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരെ സിനിമ തൃപ്തിപ്പെടുത്തുമെന്ന ആത്മവിശ്വാസം തരുന്നുണ്ട്. ട്രെയിലർ കുറെ കൂടി അതിലെ ദൃശ്യങ്ങൾക്ക് പ്രാധാന്യമുള്ളതായിരുന്നു. മമ്മൂക്ക ബസൂക്ക കണ്ടിരുന്നു, അദ്ദേഹം ഹാപ്പിയാണ്.